അങ്ങനെ തൃപ്പൂണിത്തുറയിൽ ബി.ജെ.പി. നേടിയ ആ ഒരു വലിയ മുന്നേറ്റം പങ്കുവച്ചതോടൊപ്പം തന്നെ നമുക്ക് മിഥുനിലേക്ക് പോകേണ്ടതുണ്ട്. കൊച്ചി നഗരസഭയിലെ കാര്യങ്ങൾ കൂടി പരിശോധിക്കാം. മിഥുൻ, കൊച്ചി നഗരസഭയിൽ 5 സീറ്റുകൾ എന്നുള്ളിടത്ത് 6 അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഈ 4 സീറ്റുകൾ തുടർച്ചയായ വിജയം ഇങ്ങനെ നേടിക്കൊണ്ടിരിക്കുന്ന സീറ്റുകൾ കൂടിയാണല്ലോ. കൊച്ചി നഗരസഭയുടെ ബി.ജെ.പിയുടെ മുന്നേറ്റം കൂടി ഒന്ന് പറയാം. തീർച്ചയായിട്ടും കൊച്ചി നഗരസഭയിൽ വലിയൊരു മുന്നേറ്റം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഒരു സീറ്റിൽ ഒരുപക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ ഒരു സീറ്റ് അധികം നേടി ബി.ജെ.പിക്ക് ഒരു പ്രാതിനിധ്യത്തിൽ വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. കാരണം വോട്ട് ശതമാനമെല്ലാം പരിശോധിക്കുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് പ്രാദേശികമായി ലഭിക്കുന്ന ഓരോ ഇടങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് വലിയ രീതിയിലുള്ള മാറ്റം അടിത്തട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അടിയൊഴുക്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് നമുക്ക് പറയാം, കൊച്ചി നഗരമേഖലയിലടക്കം വലിയ രീതിയിലുള്ള വോട്ട് ഷെയർ ബി.ജെ.പിക്ക് വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് ആണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് വലിയൊരു ശുഭസൂചനയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മറ്റ് ചില സാധ്യതകളെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് UDFന് വലിയ രീതിയിലുള്ള മേൽക്കൈ ഉണ്ടായിട്ടുണ്ടെങ്കിലും ബി.ജെ.പി. നേടിയിരിക്കുന്നത് വലിയൊരു വിജയം തന്നെയായിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ്. അധികമായ ഒരു സീറ്റ് കൂടി ഇവിടെ പിടിക്കാൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ നേട്ടമായി കരുതുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം, കൊച്ചി നഗരസഭയിൽ ഈ തിരുവനന്തപുരം നഗരസഭ കോർപ്പറേഷനിൽ നമ്മൾ ബി.ജെ.പി. സ്വീകരിച്ചിരുന്ന ഒരു നിലപാടുണ്ട്, അല്ലെങ്കിൽ ഒരു വാഗ്ദാനങ്ങളുണ്ട്. അതിന് സമാനമായിട്ടുള്ള വാഗ്ദാനങ്ങളെല്ലാം തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് കൊച്ചി നഗരസഭയിലും തെരഞ്ഞെടുപ്പിനെ സമീപിച്ചത്. ഒരുപക്ഷെ തിരുവനന്തപുരത്തേക്കാൾ സ്വാധീനം കുറവാണെങ്കിൽ പോലും അതേ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ഇവിടേക്ക് എത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊച്ചിയിലേക്ക് കൊണ്ടുവരുമെന്നും അതുപോലെ തന്നെ കൊച്ചിയിൽ 45 ദിവസത്തിനകം ഒരു കർമ്മ പദ്ധതി ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുമെല്ലാമായിരുന്നു ബി.ജെ.പി. മുന്നോട്ട് വെച്ചിരുന്ന ഒരു വാഗ്ദാനങ്ങൾ. ഒരുപക്ഷെ ആ വാഗ്ദാനങ്ങൾക്ക് കൂടി ലഭിച്ച ബി.ജെ.പിയുടെ അത്തരത്തിലുള്ള വികസനം മുൻനിർത്തിക്കൊണ്ട് ലഭിച്ച ആ ഒരു മുന്നേറ്റം തന്നെയാണ്, ആ പ്രവർത്തനം തന്നെയാണ്. തീർച്ചയായും മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ബി.ജെ.പി. എപ്പോഴും മുന്നോട്ട് വെച്ചത് ആ വികസനം തന്നെയാണ്. അത് ജനങ്ങൾ സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവായി മാറുക തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ്.